കാസർഗോഡ് സ്വകാര്യ ബസ്സുകൾ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. കെ.എസ്.ആർ.ടി.സി ഓർഡിനറി ബസ്സിൽ നടപ്പിലാക്കിയ സ്ത്രീ സൗജന്യ യാത്രയും ഇന്ധന വില വർധനയും മൂലം സ്വകാര്യ ബസ്സുകൾ നഷ്ടത്തിൽ ആയതിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സൗജന്യ യാത്ര മൂലം പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തിയത്. കെ.എസ്.ആർ.ടി.സി ബസ് സർവീസ് ഇല്ലാത്ത റൂട്ടുകളിലും ഗ്രാമീണ മേഖലയിലും പണിമുടക്ക് കാരണം യാത്രക്കാർ പ്രയാസമനുഭവിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളെയും പണിമുടക്ക് ബാധിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി ബസ് ഉടമകളും തൊഴിലാളികളും കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ഇന്ധന വില വർധന, ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയം, സ്പെയർ പാർട്സുകളുടെ വിലക്കയറ്റം തുടങ്ങിയവ കാരണം പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ്സുകളെ കെ.എസ്.ആർ.ടി.സി സ്ത്രീ യാത്രയിലൂടെ സംസ്ഥാന സർക്കാർ കൂടുതൽ നഷ്ടത്തിലേക്ക് എത്തിച്ചുവെന്ന് ബസ്സുടമകൾ പറയുന്നു. റോഡ് നികുതി പൂർണ്ണമായും ഒഴിവാക്കുക, ഡീസലിന് 50% സബ്സിഡി അനുവദിക്കുക, തൊഴിലാളി ക്ഷേമനിധി വിഹിതം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക, സൗജന്യ യാത്ര കേരളത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തുക, വിദ്യാർത്ഥികൾക്കും 65 വയസ്സിന് മുകളിലുള്ളവർക്കും മാത്രം സൗജന്യ യാത്ര നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും പണിമുടക്കിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള ഒരു സമരമാണ് ഞങ്ങളിപ്പോൾ ആവിഷ്കരിച്ചത്. കാസർഗോഡിന്റെ ചരിത്രം തന്നെ തിരുത്തിയെഴുതിയാണ് ബസ് ഉടമകളും തൊഴിലാളികളും സംയുക്തമായാണ് ഈ ധർണാ സമരം നടത്തുന്നത്. അത്രയ്ക്കും നമ്മുടെ വയറിന് തീ പിടിച്ചിരിക്കുകയാണ്. ഉടമയെന്നോ തൊഴിലാളിയെന്നോ വ്യത്യാസമില്ലാതെയാണ് ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നിച്ചിറങ്ങിയിരിക്കുന്നത്. നമ്മൾ കൊടുത്ത ഡിമാൻഡുകൾ ഒന്നും സർക്കാരിനെ മുഖവിലക്കെടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ മാന്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതൊരു സൂചന മാത്രമാണ്. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ 460ഓളം സ്വകാര്യ ബസ്സുകളിൽ ഒരെണ്ണം പോലും റോഡ് സർവീസ് നടത്തിയില്ല. പണിമുടക്കിന്റെ ഭാഗമായി കലക്ടറേറ്റിലേക്ക് ബസ്സുടമകളും തൊഴിലാളികളും മാർച്ച് നടത്തി. മാർച്ച് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ് ഉദ്ഘാടനം ചെയ്തു. CITU ഉൾപ്പെടെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയൻ സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് കലക്ടറേറ്റ് മാർച്ചിൽ അണിനിരന്നു. ജില്ലയിലെ 480-ലധികം വരുന്ന ബസ്സുകൾ പണിമുടക്കിൽ പങ്കെടുത്ത സർവീസ് നിർത്തിവെച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്.